എല്ലാവർക്കും നമസ്കാരം. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തമ്മിൽ വിവാഹം ചെയ്യാമോ? അങ്ങനെ അവർ വിവാഹിതരായാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഏകനക്ഷത്ര പൊരുത്തത്തിനെക്കുറിച്ച് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എന്താണെന്നും പറയാം. പൊതുവെ ഏകനക്ഷത്ര വിഷയത്തിൽ ജ്യോതിഷത്തിൽ പറയുന്നത് ചില നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം ചെയ്യാമെന്നും ചില നാളുകാർ തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുമാണ്. വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ തമ്മിൽ വിവാഹം ചെയ്താൽ അവരുടെ വിവാഹ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏകനക്ഷത്ര പൊരുത്തം ഇല്ലാത്ത നാളുകൾ എന്ന് പറയുന്നത് ഭരണി, ചോതി, ആയില്യം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം, പൂരുട്ടാതി എന്നീ നാളുകളെയാണ്. ഇതിൽ രോഹിണിയും തിരുവാതിരയും കൂടി ഉൾപ്പെടുമെന്നും ചിലർ പറയാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഏത് നക്ഷത്രമാണെങ്കിലും ഒരേ നാളുകാർ തമ്മിൽ വിവാഹം ചെയ്താൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണ്. പ്രത്യേകിച്ച് രാശിയും നക്ഷത്രവും ഒന്നാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും. കാരണം രാഹു, കേതു, ശനി ഇതുപോലുള്ള ഗ്രഹങ്ങളൊക്കെ ചാരവശാൽ പ്രതികൂലമായി സഞ്ചരിക്കുമ്പോൾ ഒരുപോലെ ദോഷഫലങ്ങൾ രണ്ടുപേർക്കും അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതിലും കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ രണ്ടുപേർക്കും ഒരുപോലെ വരുമ്പോഴാണ് കൂടുതലായി ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഒരേ നക്ഷത്രമാണെങ്കിലും കൂറുകൾ വേറെയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഒരേ നക്ഷത്രമാവുകയും അവർ തമ്മിൽ അധികം വയസ്സ് വ്യത്യാസവും ഇല്ലായെങ്കിൽ ഒരേ ദശാകാലമായിരിക്കും രണ്ടുപേർക്കും നടക്കുക. ആ ദശാനാഥന്മാർ ചൊവ്വ, രാഹു, കേതു ഇതുപോലുള്ള പാപഗ്രഹങ്ങളാവുകയും ജാതകത്തിൽ മോശം സ്ഥിതിയിൽ നിൽക്കുകയും ചെയ്താൽ വിവാഹ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. അതിലും കേതുവിൻ്റെ ദശാകാലമാണെങ്കിൽ വിവാഹമോചനം വരെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഒരേ നാളുകാർ തമ്മിൽ വിവാഹം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയല്ല എങ്കിൽ വിവാഹ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നതാണ്. അതിലും രണ്ടുപേരുടെയും നക്ഷത്രപാദവും ഒരുപോലെ വന്നാൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരേ നാളിൽ ജനിച്ചവർ തമ്മിൽ വിവാഹം ചെയ്യാം. പക്ഷേ അതിനു മുൻപ് അവരുടെ ജാതകങ്ങളെ നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ അവർക്ക് വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.